നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ. ബിജെപിയുടെ വനിതാ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. നഗരത്തിൽ കനത്ത സുരക്ഷ. അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണമില്ല. സെബിക്ക് അന്വേഷണം തുടരാമെന്ന് സുപ്രീം കോടതി. നിയമലംഘനങ്ങൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും നിർദ്ദേശം. ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് നേട്ടം. KSRTCയിൽ പരിഷ്കരണവുമായി മന്ത്രി ഗണേഷ് കുമാർ. നഷ്ടത്തിലോടുന്ന സർവീസുകൾ നിർത്തും. ചെലവ് കുറയ്ക്കാൻ നടപടിയെടുക്കുമെന്നും ഗതാഗത മന്ത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി കൊല്ലം. കലവറയിൽ പാലുകാച്ചി പഴയിടം. ഇത്തവണ 24 വേദികളിൽ മത്സരം. സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര വൈകിട്ട് കൊല്ലത്ത്. മന്ത്രി സജി ചെറിയാനെ വിമർശിച്ച് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. സഭ BJP പക്ഷത്തെന്ന് വരുത്താൻ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നു. മന്ത്രിയുടെ രാഷ്ട്രീയം സഭാ നേതൃത്വം പങ്കിടണമെന്ന വാദം ശരിയല്ലെന്നും പാംബ്ലാനി. മുഖ്യമന്ത്രിയുടെ ക്രിസ്തുമസ് പുതുവത്സര വിരുന്നിൽ പങ്കെടുത്ത് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ്. ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അറൌറി ലെബനോനിൽ കൊല്ലപ്പെട്ടു. സർജിക്കൽ സ്ട്രൈക്കിലൂടെ വധിച്ചെന്ന് ഇസ്രായേൽ. യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമമെന്ന് ലെബനോൻ പ്രധാനമന്ത്രി. തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള. വിശദമായ വാർത്തകളിലേക്ക്. BJPയുടെ സ്ത്രീ ശക്തി പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തി. സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോ. നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. आयशा, जबरदस्त स्वागत प्रधानमंत्री